നമ്മൾ ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തിരുന്നു. ഇനി നമ്മളതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ അടുത്ത ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഇൻ അഡീഷൻ ടു ദ ഫൈനൽ അക്കൗണ്ട്സ് ഫോർ ദ ഇൻറ്റേർണൽ ഡിസിഷൻ മേക്കിംഗ്. എന്താണ്? സ്ഥാപനത്തിലെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനാലിസിസിന് വേണ്ടി ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്? അപ്പോൾ ഇത് രണ്ടും നമ്മൾ തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ചേഞ്ചസ് ഇൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റിയും ഫിക്സഡ് ലയബിലിറ്റിയും ഫിക്സഡ് അസറ്റിലും ഒക്കെ ഉണ്ടാവുന്ന മാറ്റം. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഡീൽസ് വിത്ത് ചേഞ്ചസ് ഇൻ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എന്നാൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ all assets are recorded or liabilities are recorded. രണ്ടാമതായിട്ട് ഇറ്റ് ഷോസ് ദ സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് ഡ്യൂറിങ് എ പീരീഡ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഷോസ് സോഴ്സസ്, എവിടെ നിന്നൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ വന്നു, ആപ്ലിക്കേഷൻ എങ്ങോട്ടൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്തു. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻസ് ദ സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. എന്നാൽ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും കാണിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന രേഖയാണെന്ത്? ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് ഷീറ്റും ഈ വർഷത്തെ ബാലൻസ് ഷീറ്റും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. എന്നാൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ആദ്യം ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുക, പിന്നീടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സപ്ലിമെന്ററി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിന്റെ സപ്ലിമെന്ററി ആയിട്ട് സെക്കൻഡറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ബാലൻസ് ഷീറ്റ് ഈസ് എ പ്രൈമറി സ്റ്റേറ്റ്മെന്റ്. ബാലൻസ് ഷീറ്റിനെ അധിഷ്ഠിതമായിട്ടാണ്, അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കമ്പൽസറി. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കമ്പൽസറി, ബട്ട് ബാലൻസ് ഷീറ്റ് ഈസ് കമ്പൽസറി. Then fund flow statement is prepared for internal management for decision making, but balance sheet is prepared for internal as well as external uses. ഇനി നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഹൗ യു ഗ്രൂപ്പ് ദ അസറ്റ്സ് ഇൻ ടു 4 categories. ഇത് വളരെ പ്രധാനമായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റീസ്, പെർമനന്റ്, നോൺ കറണ്ട് അല്ലെങ്കിൽ പെർമനന്റ്, അത് അസറ്റ്സ്, ലയബിലിറ്റീസ്. ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്താണെങ്കിൽ പോലും അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ ഓഫ് ഫണ്ട് ഫ്ലോ അല്ലെങ്കിൽ പെർവ്യൂ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ലയബിലിറ്റീസ് പറഞ്ഞാൽ എന്താണ്? ഞാനൊന്ന് പെട്ടെന്ന് കറണ്ട് ലയബിലിറ്റീസ് നമുക്കറിയാം. Current liabilities are those liabilities that to be paid immediately within a short period. അതാണ് കറണ്ട് ലയബിലിറ്റീസ്. നമുക്കറിയാം ബിൽസ് പേയബിൾ, അത് പെട്ടെന്ന് പേയ്മെന്റ് നടത്തേണ്ടതാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കേണ്ടതാണ്. എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, അതൊക്കെയാണ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്. ഡിവിഡൻഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, പക്ഷെ നമ്മൾ അഡ്രസ് ഐഡന്റിഫൈ ചെയ്യാത്തതുകൊണ്ട് കൊടുക്കാത്തതാണ് ഡിവിഡൻഡ് പേയബിൾ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം ലോൺ, പ്രൊവിഷൻ അഗൈൻസ്റ്റ് കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, അതൊക്കെയാണ് എന്ത്? പ്രൊവിഷൻ അഗൈൻസ്റ്റ് കറണ്ട് അസറ്റ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. അപ്പം 8 കറണ്ട് ലയബിലിറ്റീസ് ആണ്. എന്തൊക്കെയാണ്? ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്, ഡിവിഡൻസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം ലോൺസ്, പ്രൊവിഷൻസ് അഗൈൻസ്റ്റ് കറണ്ട് അസറ്റ്, പ്രൊവിഷൻസ് ഫോർ ടാക്സേഷൻ. കറണ്ട് അസറ്റോ
ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഡെറ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഐറ്റംസ് ആണ്. ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേം ലോൺസ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തതല്ല, ഗിവൺ, ഷോർട്ട് ടേം ലോൺസ് ഗിവൺ. മാർക്കറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ്, ഇൻവെൻട്രീസ്, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റെൻറ്റ് പ്രീപെയ്ഡ്, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഒക്കെ. അക്രൂഡ് ഇൻകം, ഇൻട്രസ്റ്റ് ഡ്യൂ, മനസ്സിലായല്ലോ, ഇൻട്രസ്റ്റ് ഡ്യൂ അതാണ് അക്രൂഡ് ഇൻകം ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഷോർട്ട് ടേം അഡ്വാൻസസ്, മാർക്കറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻവെൻട്രീസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം. ഇനിയും ലോങ് ടേം അല്ലെങ്കിൽ പെർമനന്റ് ലയബിലിറ്റീസ്, ഫിക്സഡ് ലയബിലിറ്റീസ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺ, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ഐറ്റംസ് ആണ്. ദെൻ ഷെയർ പ്രീമിയം, നമുക്കറിയാം ഷെയർ പ്രീമിയം അക്കൗണ്ട്സ് അതൊരു റിസർവ് ആണ്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ്, ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എക്സെട്ര. അപ്പം ഫിക്സഡ് ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, ഷെയർ പ്രീമിയം, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഇനിയും നോൺ കറന്റ് അല്ലെങ്കിൽ പെർമനന്റ് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ്, ഗുഡ്വിൽ, ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ്, ട്രേഡ് മാർക്ക്, പേറ്റൻസ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, നമുക്കറിയാം ലോസ് ആണ്, അതർ ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇത് 4 ഡിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ ഈ ഫണ്ടിൻ്റെ ഫ്ലോ കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റ് എന്നും കറണ്ട് ലയബിലിറ്റി എന്നും ഫിക്സഡ് അസറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയാണ് കറണ്ട് അസറ്റ്, എന്തൊക്കെയാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഇത് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഒരു പേപ്പറിൽ എഴുതി വെച്ച് പഠിക്കുക. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ ഇവിടെ ഇതിൻ്റെ ഒരു ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴാണ് ഫ്ലോ ഓഫ് ഫണ്ട്സ് ഉണ്ടാവുന്നത്? വെൻ ദർ ഈസ് ഫ്ലോ ഓഫ് ഫണ്ട്സ്. ഫ്ലോ ഓഫ് ഫണ്ട്സ് എപ്പോഴാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം ഫണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ഫണ്ട്സ് വി മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും എന്ന് പറഞ്ഞാൽ ക്യാഷ് കൂടി. ക്യാഷ് കൂടുമ്പം ഏത് കൂടുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നു. ഡെറ്റേഴ്സ് കൂടുന്നു. എന്ത് കൂടുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നു. കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്നു. ക്യാഷ് കുറയുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്നു. ഡെറ്റേഴ്സ് കുറയുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. അപ്പോൾ ഇത് മനസ്സിലാക്കുക, കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. അത് ക്ലിയർ ആക്കുക. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു, കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടുന്നു. അപ്പം നമ്മൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ, കൊടുക്കാനുള്ള പണം കൂടുമ്പം നമ്മുടെ എന്ത് കുറയുന്നു? വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്നു. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കൂടുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. കറണ്ട് ലയബിലിറ്റി കുറയുമ്പം ക്രെഡിറ്റേഴ്സ് കുറയുമ്പം അല്ലെങ്കിൽ ബിൽസ് പേയബിൾ കുറയുമ്പം വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ബേസിക് ആയ ഒരു ഇതാണ്. ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി റിസൾട്ട് ഇൻ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ. ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി റിസൾട്ട് ഇൻ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ റിസൾട്ട്സ് ഇൻ ഫ്ലോ ഓഫ് ഫണ്ട്. ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ റിസൾട്ട്സ് ഇൻ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ഇൻഫ്ലോ ഓഫ് ഫണ്ട്സ്. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ദാറ്റ് മീൻസ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്സ്. അപ്പോൾ ഇൻക്രീസ്
അത് ഇൻഫ്ലോ ഓഫ് ഫണ്ടിലേക്ക് നയിക്കുന്നു. ഡിക്രീസ് അത് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ടിലേക്ക് നയിക്കും. അപ്പം ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആൻഡ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ട്രാൻസാക്ഷൻസ് വിച്ച് റിസൾട്ട് ഇൻ ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫ്ലോ ഓഫ് ഫണ്ട്സ്. ഇതിനെല്ലാം ഗൈഡ് ലൈൻസ് ആണ്. അപ്പം വെൻ all transactions are current items, there is no effect in working capital. ഈ രണ്ട്, അതായത് നമ്മളെ രണ്ട് ട്രാൻസാക്ഷനിലെ രണ്ട് ഐറ്റംസും കറണ്ട് അസറ്റുമായി, കറണ്ട് ഐറ്റംസ് ആണെങ്കിൽ, കറണ്ട് ഐറ്റം മീൻസ് കറണ്ട് അസറ്റോ കറണ്ട് ലയബിലിറ്റിയോ, എല്ലാ ട്രാൻസാക്ഷൻസും അതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ഫണ്ടിനെ ബാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് ടു കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷും ഡെറ്റേഴ്സും. ഫോർ എക്സാമ്പിൾ, ഡെറ്റേഴ്സ് കുറേ ക്യാഷ് പേയ്മെൻറ്റ് നടത്തി. അപ്പോൾ എന്ത് കുറഞ്ഞു? ഡെറ്റേഴ്സ് കുറഞ്ഞു, ക്യാഷ് കൂടി. ഓക്കെ. അതല്ലെങ്കിൽ സ്റ്റോക്ക്, കുറേ ക്രെഡിറ്റ് സെയിൽസ് വന്നു, സ്റ്റോക്ക് കുറഞ്ഞു, ഡെറ്റേഴ്സ് കൂടി. അപ്പോൾ എന്താ സംഭവിച്ചത്? കറണ്ട് അസറ്റിൽപ്പെട്ട സ്റ്റോക്കിൽ നിന്ന് 1 ലക്ഷം രൂപ കുറഞ്ഞു, ഡെറ്റേഴ്സിൽ 1 ലക്ഷം രൂപ കൂടി. അപ്പോൾ കൺവേർഷൻ ഓഫ് one current asset into another, there is no change in current asset. ടോട്ടലിൽ മാറ്റം വരുന്നില്ല. ഡെറ്റേഴ്സ് 2 ലക്ഷം എന്ന് പറയുന്നത് 1 ലക്ഷമായി കുറഞ്ഞു. നേരത്തെ 50,000 എന്ന് പറയുന്ന സ്റ്റോക്ക് 2 ലക്ഷം എന്ന് പറയുന്നത് 1 ലക്ഷമായിട്ട് കുറഞ്ഞു. ഡെറ്റേഴ്സ് 50,000 എന്നുള്ളത് 1.5 ലക്ഷമായിട്ട് കൂടി. ടോട്ടലിൽ മാറ്റം വരുന്നില്ല. ഓക്കെ. അപ്പോൾ കൺവേർഷൻ ഫ്രം വൺ കറണ്ട് അസറ്റ് ടു അനദർ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കറണ്ട് അസറ്റ്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ. ഒന്നാമതായിട്ട്, രണ്ട് കറണ്ട് അസറ്റിലാണ് മാറ്റമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കില്ല. രണ്ടാമതായിട്ട്, ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് കറണ്ട് ലയബിലിറ്റീസ്, രണ്ടും കറണ്ട് ലയബിലിറ്റീസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ, പിന്നെ ഫോർ എക്സാമ്പിൾ ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും, അത് തമ്മിൽ ഒരെണ്ണം കുറഞ്ഞു മറ്റേത് കൂടുന്നു. ബിൽസ് പേയബിൾ കുറഞ്ഞു, സൺഡറി ക്രെഡിറ്റേഴ്സ് കൂടുന്നു, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കൂടുന്നു. ബോത്ത് ആർ കറണ്ട് ലയബിലിറ്റീസ്. There is no flow of funds. There is no change in the working capital. Similarly, transactions involving one current asset and another current liability. അതായത് ഒരു കറണ്ട് അസറ്റ് കുറയുമ്പോൾ മറ്റേ കറണ്ട് ലയബിലിറ്റി കൂടുന്നു. ഇൻക്രീസ് ഇൻ വൺ ഐറ്റം, ഡിക്രീസ് ഇൻ അനദർ ഐറ്റം. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, കറണ്ട് അസറ്റിൽ 50,000 രൂപ കുറയുമ്പം അതിനാനുപാതികമായി അപ്പുറത്ത് കൂടുന്ന സമയത്തും നെറ്റിൽ എന്ത് വരുന്നില്ല? മാറ്റം വരുന്നില്ല. അപ്പോൾ അവിടെ പറയുന്നത് ഇൻക്രീസ് ഇൻ വൺ ഐറ്റം, ഡിക്രീസ് ഇൻ അനദർ ഐറ്റം, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം അതാണ് ഒന്നാമത്തേത്. അപ്പം രണ്ടും കറണ്ട് അസറ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എന്താണ്? അത് വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല. ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു നോൺ കറണ്ട് അസറ്റ്സ്. എന്താ നോൺ കറണ്ട് അസറ്റ്? ലാൻഡും ബിൽഡിങ്ങും ഒക്കെയാണ് നോൺ കറണ്ട് അസറ്റ്. അപ്പം ഓൾ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ടു നോൺ കറണ്ട് അസറ്റ്സ് ഓർ നോൺ കറണ്ട് ലയബിലിറ്റീസ്, എന്താ ലോങ് ടേം ലയബിലിറ്റീസ്, രണ്ട് ഫിക്സഡ് അസറ്റ്സും രണ്ടും കറണ്ട് ഫിക്സഡ് ലയബിലിറ്റീസും ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് കുറഞ്ഞു, ഫോർ എക്സാമ്പിൾ ഫർണിച്ചേഴ്സിൻ്റെ എമൗണ്ട് കൂടി, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം രണ്ട് നോൺ കറണ്ട് അസറ്റോ രണ്ട് നോൺ കറണ്ട് ലയബിലിറ്റിക്കോ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഓൾ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ വൺ നോൺ കറണ്ട് അസറ്റ് ആൻഡ് വൺ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് അസറ്റും ഒരു ഫിക്സഡ് ലയബിലിറ്റിയും ആണെങ്കിലും അവിടെ ഫണ്ടിനെ ബാധിക്കുന്നില്ല. അപ്പം രണ്ട് കറണ്ട് നേച്ചറിലുള്ളതാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കില്ല. വളരെ പ്രധാനമായിട്ട് റൂളാണ്. രണ്ടും നോൺ കറന്റിലാണെങ്കിലും എന്തിനെ ബാധിക്കില്ല? വർക്കിംഗ് ക്യാപിറ്റലെ ബാധിക്കില്ല. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് അഫക്റ്റഡ്. സോ ദീസ് ട്രാൻസാക്ഷൻസ് ഡു നോട്ട് റിസൾട്ട് ഇൻ ഫ്ലോ ഓഫ് ഫണ്ട്സ്. ഇപ്പം നമ്മൾ ഡിബഞ്ചർ ഷെയർ ആക്കി മാറ്റി, അല്ലെങ്കിൽ റിസർവിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫിക്സഡ് അസറ്റ്സ് വാങ്ങി, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ 10 ലക്ഷം രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്തു, ആ ഷെയർ ഉപയോഗിച്ച് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് വാങ്ങി, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ. മൂന്നാമതായിട്ട്, ഓൾ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് വൺ കറണ്ട് അസറ്റ്, വൺ കറണ്ട് ഐറ്റം
ആൻഡ് അനദർ നോൺ കറണ്ട് അസറ്റ്, നോൺ കറണ്ട് ഐറ്റം വിൽ അഫക്റ്റ് ഫണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കുക. എന്താണ്? ഓൾ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് വൺ കറണ്ട് ഐറ്റം. എന്താ കറണ്ട് ഐറ്റം? കറണ്ട് അസറ്റോ കറണ്ട് ലയബിലിറ്റിയോ, ഐദർ കറണ്ട് അസറ്റ് ഓർ കറണ്ട് ലയബിലിറ്റി. ആൻഡ് അനദർ നോൺ കറണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റ് ഓർ ലോങ് ടേം ലയബിലിറ്റി. അപ്പം ഓൾ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് വൺ കറണ്ട് ഐറ്റം ആൻഡ് അനദർ നോൺ കറണ്ട് ഐറ്റം വിൽ അഫക്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്ന് പറഞ്ഞാൽ ക്യാഷ് ഉപയോഗിച്ച് ബിൽഡിംഗ് വാങ്ങി എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കും. ഓക്കെ, ക്യാഷ് ഉപയോഗിച്ച് ബിൽഡിംഗ് വാങ്ങി. എന്നാൽ ഷെയർ ഉപയോഗിച്ച് ബിൽഡിംഗ് വാങ്ങി എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല. അല്ല, ഫർണിച്ചർ വാങ്ങിയത് കൊണ്ട് എമൗണ്ട് കൊടുക്കാനുണ്ട്, കറണ്ട് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഫർണിച്ചർ വാങ്ങിയതിൻ്റെ ഫർണിച്ചർ 50,000 രൂപയ്ക്ക് വാങ്ങിയ പൈസ കൊടുത്തിട്ടില്ല. സോ ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിച്ചു. ശ്രദ്ധിക്കുക. ഓൾ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് വൺ കറണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ഓർ കറണ്ട് ലയബിലിറ്റി ആൻഡ് അനദർ നോൺ കറണ്ട് ഐറ്റം ദാറ്റ് ഈസ് ഐദർ ഫിക്സഡ് അസറ്റ് ഓർ ലോങ് ടേം ലയബിലിറ്റി വിൽ അഫക്റ്റ് ഫണ്ട്. എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് വൺ കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ക്യാഷിന് വാങ്ങി, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, നമ്മളൊരു ബിൽഡിംഗ് വിറ്റു അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ വിറ്റു, അപ്പോൾ ഫർണിച്ചർ പോയി ക്യാഷ് വന്നു. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ക്യാഷ്, നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങി. അപ്പം ദർ ഈസ് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഹാപ്പൻസ്. അപ്പം ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് വൺ കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് അസറ്റ് influences the working capital. Then transactions involving a current asset and non-current liability. Transactions involving a current asset and non-current liability. അതായത് ഇഷ്യൂ ഓഫ് ഷെയർ ഫോർ ക്യാഷ്, ഇഷ്യൂ ഓഫ് ഷെയർ ഫോർ ക്യാഷ്. ഇപ്പോൾ ഷെയർ എന്ന് പറയുന്നത് ലോങ് ടേം ലയബിലിറ്റിയാണ്, ഷെയർ ക്യാപിറ്റൽ. എന്നാൽ അത് ക്യാഷ് കറണ്ട് അസറ്റാണ്. റേസിംഗ് ലോങ് ടേം ലോൺ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. എന്നാൽ ഡിബഞ്ചർ ലോങ് ടേം ലയബിലിറ്റിയാണ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചേഴ്സിന് ക്യാഷ് കൊടുത്തു. അപ്പോൾ ലോങ് ടേം ലയബിലിറ്റി പേ ഓഫ് ചെയ്തു. എന്തുപയോഗിച്ച്? ക്യാഷ് ഉപയോഗിച്ച്. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ലോങ് ടേം ലോൺ അടച്ചു തീർത്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ലോങ് ടേം ലയബിലിറ്റി ഇല്ലാതെയായി. എപ്പോൾ എന്തും കുറഞ്ഞു? കറണ്ട് അസറ്റും കുറഞ്ഞു. അപ്പോൾ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് എ കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി വിൽ അഫക്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാണ് ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് എ കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റി വിൽ അഫക്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. മൂന്നാമതായിട്ട് ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് എ കറണ്ട് ലയബിലിറ്റി ആൻഡ് എ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റേഴ്സ് സെറ്റിൽഡ് ബൈ ഡിബഞ്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്രെഡിറ്റേഴ്സിന് എന്ത് കൊടുത്തു? ഡിബഞ്ചേഴ്സ് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റിയാണ്, ഡിബഞ്ചേഴ്സ് എന്താണ്? നോൺ കറണ്ട് ലയബിലിറ്റിയാണ്. ദർ ഈസ് ചേഞ്ച് ഇൻ ദ വർക്കിംഗ്. അപ്പോൾ അതേപോലെ തന്നെ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് എ കറണ്ട് ലയബിലിറ്റി ആൻഡ് എ നോൺ കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി ആൻഡ് എ നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്, AC വാങ്ങി ക്രെഡിറ്റിന്, ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ. ലാസ്റ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് നോൺ ട്രേഡിംഗ് റെസീറ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി, അപ്പോൾ അതെല്ലാം ബാങ്കിലേക്ക് ക്യാഷ് വരികയാണ്, അത് വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കുന്നു. അപ്പോൾ ഇൻ ഷോർട്ട്, ബോത്ത് ആസ്പെക്ട്സ് ആർ കറണ്ട്, ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. രണ്ടും കറണ്ട് നേച്ചറിലുള്ളതാണെങ്കിൽ ഫ്ലോ ഓഫ് ഫണ്ട് ഇല്ല. രണ്ടാമതായിട്ട് ബോത്ത് ആസ്പെക്ട്സ് ആർ നോൺ കറണ്ട്, ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. ഒരു ബിൽഡിങ്ങും അങ്ങേപ്പുറത്ത് ലോങ് ടേം ലയബിലിറ്റിയുമാണെന്ന് വിചാരിച്ചോ, ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. വൺ ആസ്പെക്ട് ഓഫ് കറണ്ട് ആൻഡ് അനദർ നോൺ കറണ്ട്, ദർ ഈസ് ഫ്ലോ ഓഫ് ഫണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരെണ്ണം കറണ്ടും മറ്റൊന്ന് നോൺ കറണ്ടുമാണെങ്കിൽ ദർ ഈസ് ഫ്ലോ ഓഫ് ഫണ്ട്. അപ്പോൾ വെൻ എ ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് നോൺ കറണ്ട് അസറ്റ് and current asset, it is called cross transaction and it will cause for flow of funds. നിങ്ങൾ വിശദമായിട്ട് അത് പഠിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ദിവസം വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. ഫോളോ ചെയ്യുക. താങ്ക് യു.